ദുഷ്ടന്മാരായ മനുഷ്യർ നിങ്ങളുടെ ആലോചനയെ സ്വാധീനിക്കാം. പാപികൾ നിങ്ങളുടെ വഴിയെ മാറ്റി തിരിച്ചുവിടാം. പരിഹാസികൾ എന്ന് പറഞ്ഞാൽ നികളവും ഗർവവുമുള്ളവർ നിങ്ങളുടെ പൊസിഷനെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ദൈവാലോചന കേട്ട് നീതിമാന്മാരുടെ വഴിയിൽ നടന്ന് അനുഗ്രഹിക്കപ്പെട്ട താഴ്മയുടെ സീറ്റിലിരുന്ന് ലോകത്തെ വാഴേണ്ടവൻ അവന്റെ വഴി മറിഞ്ഞു പോകാം. എങ്ങനെ രക്ഷപ്പെടും? 1-ാം സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ട്, രാവും പകലും വചനം ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാൻ. പകല് കണ്ണുറന്നിരിക്കുമ്പോൾ വചനം ധ്യാനിക്കണം, രാത്രി കണ്ണടച്ചിരിക്കുമ്പോൾ ഇരുട്ടുള്ളപ്പോൾ വചനം ഓർക്കണം. പകല് വായിച്ചതിൻ്റെ അർത്ഥം രാത്രി ദൈവം പറഞ്ഞുതരും. അത് നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടിനെ മാറ്റും. അന്ധകാരത്തിലും നിനക്ക് പ്രകാശമുണ്ടാകും. എല്ലാവർക്കും വഴിമുട്ടിയെടുത്ത് നീ വഴി തുറന്നു കൊടുക്കും. ആലോചന നീ പകർന്നു കൊടുക്കും. ലോകരാജ്യങ്ങൾക്ക് ആലോചന നീ കൊടുക്കും. പൊസിഷൻ നഷ്ടപ്പെട്ട വിശുദ്ധന്മാരെ നീ യഥാസ്ഥാനപ്പെടുത്തും.